നിങ്ങൾ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണോ? നിങ്ങളിൽ പലരും ഞാൻ ഈ പറയുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കുക. അതായത് അമിതമായ ദേഷ്യം, ഉറക്കമില്ലായ്മ, ടെൻഷൻ, പിന്നെ ശരീരം എപ്പോഴും നല്ല ചൂട് അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ. പക്ഷേ നിങ്ങൾ പലരെങ്കിലും വിചാരിച്ച് കാണാം, അയ്യോ എനിക്കെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, അതോ ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണണമോ? പക്ഷേ അതൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നിങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഈസ്ട്രജൻ ഹോർമോൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കും. അതായത് ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് കുറയെങ്കിലുമൊക്കെ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് സ്ത്രീകളുടെ ശരീര സൗന്ദര്യം, ഹൃദയാരോഗ്യം, എല്ലുകളുടെ ആരോഗ്യമൊക്കെ ഈസ്ട്രജൻ ഹോർമോണിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സോയാബീൻ, തോഫു, ഫ്ലാക്സീഡ് എന്നിവ ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതായത് ഡെയിലി 2 സ്പൂൺ ഫ്ലാക്സീഡ് പൗഡർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ആഗിരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റമിൻസും കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അതായത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B6, B12 എന്നിവ. ഇത് നമുക്ക് പ്രധാനമായും കിട്ടുന്നത് മുട്ട, പാല്, ഇലക്കറികൾ എന്നിവയാണ്. സോ നമ്മുടെ ആഹാരത്തിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ധാരാളമായി കിട്ടുന്ന എള്ളുണ്ടല്ലോ, എള്ള് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എള്ള് ഈസ്ട്രജൻ ഹോർമോണിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമായും സഹായിക്കുന്ന രാസവസ്തുക്കൾ ഈ എള്ളിൽ അടങ്ങിയിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായും നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ പോകും, നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറയും. കോർട്ടിസോൾ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അപ്പോൾ നമ്മൾ ടെൻഷനൊന്നുമില്ലാതെ 8 മണിക്കൂർ ഉറങ്ങി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ ഈസ്ട്രജൻ നമുക്ക് ഒരു പരിധിവരെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും.